ഇപ്പം ഞാൻ നടന്നു പോകുന്നത് അൽഗോൻക്വിൻ പ്രൊവിൻഷ്യൽ പാർക്കിനകത്തുള്ള പോക്ക് ക്യാമ്പ് ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. റോജയുടെ ഒപ്പം, കൂടെ എൻ്റെ 4 ഫ്രണ്ട്സും. ടൊറൻറ്റോ GTAയിൽ നിന്നും ഏകദേശം 3-4 മണിക്കൂർ ദൂരമുണ്ട് ഈ അൽഗോൻക്വിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊവിൻഷ്യൽ ഏരിയയിലോട്ട്. ഏകദേശം 2400-ലധികം തടാകങ്ങളും അതേപോലെ തന്നെ 1200 കിലോമീറ്റർ നീളമുള്ള അരുവികളുമുള്ള ഒരു സ്ഥലമാണ് അൽഗോൻക്വിൻ. ഓരോ സൂര്യോദയവും നമുക്ക് പുതിയ പുതിയ കാഴ്ചകൾ തരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ അൽഗോൻക്വിൻ എന്ന് പറയുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ 4-5 വട്ടം തന്നെ ഈ സെയിം ക്യാമ്പിംഗ് സ്പോട്ടിൽ പോയിട്ടുണ്ട്. പല സ്പോട്ടിലായിട്ടാണെങ്കിലും ഏത് തവണ ചെന്നാലും ഓരോ പുതിയ അനുഭവമാണ് ഈ അൽഗോൻക്വിൻ എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഞാൻ ഈ ക്യാമ്പിംഗ് സ്പോട്ടിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഒരു വലിയ കാര്യമാണ് എനിക്ക്. നമ്മുടെ കയാക്ക് കഴിഞ്ഞ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ പറയുകയാണ്. ബൈ ബൈ. എനിക്ക് വിശക്കുന്നു. പ്രത്യേകിച്ച് ലോങ് വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്ന ഒരു ട്രിപ്പ് കൂടെ ആയിരിക്കും ഇങ്ങനത്തെ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. ബേസിക്കായിട്ടുള്ള ഗിയേഴ്സും അത്യാവശ്യം നല്ല വെതറുള്ള ഡേയും കൂടി നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ചെയ്യാവുന്നൊരു അഡ്വഞ്ചർ സ്പോട്ട് കൂടിയാണ് ക്യാമ്പിംഗ്. ക്യാമ്പിംഗ് എങ്ങനെയാണ് അഡ്വഞ്ചർ സ്പോട്ടാകുന്നത്? അതിന് പിന്നിൽ വലിയ കാര്യമുണ്ട്. കാരണം നമ്മളുടെ വെതർ വലിയൊരു ക്രൂഷ്യൽ പാർട്ടാണ്. വെതറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കൊണ്ടുപോകുന്നു എന്നുള്ളതും അനുസരിച്ചിരിക്കും നമ്മുടെ ക്യാമ്പിംഗ് ട്രിപ്പ് എത്രത്തോളം എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് തീരുമാനിക്കുന്നത്. റെയിനി ഡേ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഗിയേഴ്സ് വേണം. കോൾഡ് ഡേ ആണെങ്കിൽ അതനുസരിച്ചുള്ള ലെയേഴ്സ് നമ്മൾ കൂടുതൽ കൊണ്ടുപോകണം. ഫുഡ്, കുക്കിംഗ്, ഒരുപാട് പ്ലാനിങ് വേണ്ട ഒന്നാണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. അതിലൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വേണ്ട ഒന്ന് തന്നെയാണ് ഒരു സർവൈവൽ സ്കിൽസ്. പ്രത്യേകിച്ച് കുട്ടികളിൽ സർവൈവൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനത്തെ ക്യാമ്പിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു ചെറിയ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പോ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ, ഒരു വീക്കെൻഡ് കപ്പിൾ ഓഫ് ഡേയ്സ്, ഒരു 2-3 ഡേയ്സ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടും ചെയ്തു നോക്കാവുന്നൊരു സാധനമാണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ക്യാമ്പിങ്ങിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് RV റെൻ്റൽസ് എടുക്കാം, മോട്ടോർ ഹോംസ് എടുക്കാം. ക്യാമ്പ് സ്പോട്ട് നിങ്ങൾക്കൊരു 2 വീക്സൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാവുന്ന അഡ്വഞ്ചറാണ്. ഒരുപാട് ഗിയേഴ്സ് ഉണ്ട്. അതിനൊക്കെ വേറെ വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടാൽ മതി. ഇത് ഞാൻ നടത്തിയ എൻ്റെ ഒരു ട്രിപ്പിൻ്റെ ചെറിയൊരു വീഡിയോ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു സ്പെക്ടാക്കുലർ വ്യൂ ആണ്. എന്നെ ഈ ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതും ഇപ്പോൾ ഞാൻ റോജനെ തിരിച്ചു കൊണ്ടുവന്നതും ഈ ഒരു വ്യൂ, ഈ ഒരു കനോ ട്രിപ്പിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ഈസ് അൽഗോൻക്വിൻ in Ontario for viewers to discover.